ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായം അതിൻ്റെ 14-15 വാക്യങ്ങൾ. അവൾ ചെന്ന് ഏലിയാവ് പറഞ്ഞതുപോലെ ചെയ്തു. അങ്ങനെ അവളും അവനും അവളുടെ വീട്ടുകാരും ഏറിയ നാൾ അഹോവൃത്തി കഴിച്ചു. പരിശുദ്ധാത്മാവ് കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ്റെ അകത്ത് വന്നൊരു ചിന്തയിലേക്ക് പോയി. നമ്മൾ ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കാൻ വേണ്ടി പോകുകയാണ്. ദൈവനിയോഗത്തെ ആ തലമുറയ്ക്കകത്ത് വ്യത്യസ്തനായി നിന്ന് ശക്തനായി ഏറ്റെടുത്ത ഒരു ദൈവമനുഷ്യനാണ് ഏലിയാവ്. അദ്ദേഹം വേഗത്തിൽ പരിശുദ്ധാത്മാവിനാൽ അല്ലെങ്കിൽ ആത്മാമണ്ഡലങ്ങൾക്കകത്ത് ഇറങ്ങി വന്ന് ആ രാജ്യം ഭരിക്കുന്ന രാജാവിനോട് ഇറങ്ങി നിന്നൊരു ദൂത് പറയുന്നു, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടുകൾ എന്ത് ചെയ്യത്തില്ല, മഞ്ഞും മഴയും പെയ്യത്തില്ല. അപ്പോൾ രാജ്യത്തെ തൊടുന്ന ഒരു ദൂതുമായിട്ടാണ് ആ മനുഷ്യൻ ശുശ്രൂഷ തലങ്ങളിലേക്ക് കയറി വരുന്നത്. അങ്ങനെ കയറി വന്ന ദൂത് പറഞ്ഞതിന് ശേഷം അവൻ പറഞ്ഞതുപോലെ ആകാശമണ്ഡലങ്ങൾ അടയപ്പെടുകയാണ്. അപ്പോൾ കാലങ്ങളായി വെളിപ്പെടാതെ നിൽക്കുന്ന ആ ദൂതുകളുടെ നിവർത്തി നമ്മുടെ മേൽ സംഭവിച്ചു കഴിയുമ്പോൾ നമ്മൾ ആരാണെന്ന് ആത്മതലം അറിയും. അമ്മേ, ഒരു സീസൺ വരെ ആരും അറിഞ്ഞില്ലെങ്കിലും അകത്ത് വഹിക്കുന്ന ദൂത് ഒരു രാജ്യത്തെ തൊടാനുള്ളതാണെങ്കിൽ അത് റിവീൽ ചെയ്യുന്ന ഒരു സമയമുണ്ട്. അത് അറിയാൻ പോകുന്നത് ഒരു പഞ്ചായത്തല്ല, നിന്റെ അകത്ത് കിടക്കുന്ന അഭിഷേകം അറിയാൻ പോകുന്നത് ഒരു രാജ്യമാണ്. അപ്പോൾ അത് രാജ്യത്തിന്റെ ആത്മമണ്ഡലങ്ങളെ തൊടുന്നു. അവൻ പറഞ്ഞതുപോലെ തന്നെ അവനോട് ആരാണോ ദൂത് പറഞ്ഞത് ആ കർത്താവ് അതുപോലെ ചെയ്യുകയാണ്. ഞാൻ വേഗത്തിൽ പോകട്ടെ. അങ്ങനെ ആ ദൂതിന്റെ നിവർത്തികൾ സംഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഏലിയാവിനെ ദൈവം വേഗത്തിൽ കെരീത്തിനകത്തേക്ക് കയറ്റുന്നു. കെരീത്തിന്റെ അകത്ത് രാവിലെയും വൈകിട്ടും കാക്ക വരുന്നു, അവൻ അപ്പവും ഇറച്ചിയും കൊടുക്കുന്നു. കെരീത്ത് തോട്ടിലെ വെള്ളം അവൻ കുടിച്ചുകൊണ്ടിരിക്കുന്നു. ശ്രദ്ധിച്ചേ, ഏത് ക്ഷാമത്തിന്റെ ഇടയിലും ദൂതുവാകിയെ സംരക്ഷിക്കാൻ ദൈവത്തിന്റെ കയ്യിൽ കെരീത്തുകളുണ്ട്. നിങ്ങൾ കേട്ടില്ല, ഏത് കാലഘട്ടത്തിലും ഏത് ക്ഷാമത്തിലും ദൈവത്തിന്റെ ദൂതിനെ വഹിക്കുന്നവനെ മറയ്ക്കാൻ ദൈവത്തിന്റെ കയ്യിൽ റിസർവ്ഡായ കെരീത്തുണ്ട്. അപ്പുറത്ത് ക്ഷാമമാണെങ്കിലും ഇപ്പുറത്ത് നീ സഞ്ചരിക്കുന്നത് ദൈവത്തിന്റെ കരുതലായിരിക്കും. കയ്യൂസങ്ങൾ ദൈവനോട് സംസാരിച്ച് ഒറ്റ ദൂതിനെ തൊടാൻ വേണ്ടി പോകുകയാണ്. കെരീത്തിന്റെ പ്രത്യേകത, ഏലിയാവിന് കുടിക്കാൻ വെള്ളമുണ്ട്, ഏലിയാവിന് കഴിക്കാൻ ആഹാരം ഉണ്ട്. രാവിലെയും വൈകിട്ടും എന്ത് ചെയ്യും? കാക്ക വരും. ലിമിറ്റഡ് ആണ് കെരീത്ത്. എന്താണ്? ലിമിറ്റഡ് ആണ്. രാവിലെയും വൈകിട്ടും എന്ത് ചെയ്യും? കാക്ക വരും, ഏലിയാവിനുള്ള ആഹാരം കൊടുക്കും, ഏലിയാവിന്റെ കാര്യങ്ങൾ എന്ത് ചെയ്യും? ഇതിനകത്തൊരു പങ്കുവയ്ക്കൽ നടക്കത്തില്ല. ഈ സീസൺ ഓഫ് കെരീത്തിന്റെ പ്രത്യേകത, നിന്റെ കാര്യങ്ങൾ നടന്നു പോകും, അതിനകത്തൊരു പങ്കുവയ്ക്കൽ സാധ്യമല്ല. കേട്ടില്ല? അങ്ങനെ ഒരു സീസൺ നമ്മുടെ മേലുണ്ട്. ദൈവത്താൽ കാര്യങ്ങൾ നടന്നു പോകും, പക്ഷെ അതിനകത്തുനിന്ന് ഒരാൾക്ക് പങ്കുവെക്കണമെന്ന് ആഗ്രഹിച്ചാൽ നടക്കത്തില്ല. അതിനകത്ത് ഏലിയാവിന്റെ കാര്യം മാത്രമേ നടക്കൂ. പക്ഷെ അടുത്ത സീസൺ എന്നും കെരീത്ത് കൊണ്ട് നീ അവസാനിക്കത്തില്ല. അടുത്ത സീസൺ ഈ കെരീത്ത് ഒരു ദിവസം ദൈവം പൊളിക്കും. അടുത്തൊരു ഡയറക്ഷൻ ദൈവം നിന്റെ മേൽ തുറക്കും. അതിന്റെ പേരാണ് സരാഫത്ത്. എന്നോട് പരിശുദ്ധാത്മാ പറഞ്ഞൊരു ദൂത് ഞാൻ പറയാം. പലരും ഇപ്പോൾ സഞ്ചരിക്കുന്നത് കെരീത്തിന്റെ സീസണിലാണ്. പങ്കുവെക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷേ പങ്കുവെക്കാൻ പാകത്തിൽ നിന്റെ കയ്യിൽ ഒന്നുമില്ല. ഒത്തിരി ആഗ്രഹത്തിലാണ് നീ സഞ്ചരിക്കുന്നത്. കർത്താവ് പറയുന്നു, കെരീത്തിനെ ഞാനൊന്ന് തൊടാൻ പോകുകയാണ്. ശ്രദ്ധിച്ചേ, കെരീത്ത് തടയുന്നതിന്റെ പ്രത്യേകത, കെരീത്ത് നമ്മുടെ മുന്നിൽ ബ്ലോക്ക് ആകുന്നതിന്റെ പ്രത്യേകത, അതുവരെ സഞ്ചരിച്ചു കൊണ്ടിരുന്ന കെരീത്ത് തോട് വറ്റും. കെരീത്ത് എന്ത് ചെയ്യും? വറ്റും. അത് ദൈവം നമ്മളെ മറന്നതല്ല, ഇതുവരെ തുറക്കാത്തൊരു സീസണിലേക്ക് കർത്താവ് നമ്മളെ എൻട്രി ചെയ്യിക്കാൻ പോകുകയാണ്. തോട് പറ്റിയത് ദൈവം അറിഞ്ഞത് കൊണ്ട് തന്നെയാണ്. അടുത്തൊരു മേഖലയിലേക്ക് കർത്താവ് നിന്നെ കൈപിടിക്കാൻ പോകുകയാണ്.
ശ്രദ്ധിച്ചേ, ഏലിയാവിനോട് ദൈവം പറയുകയാണ്, നീ സരാഫാത്തിലേക്ക് എന്ത് ചെയ്യണം? പോകണം. അവിടെ ഒരു വിധവയോട് ഞാൻ കൽപ്പിച്ചിട്ടുണ്ട്. ചെല്ലുമ്പോൾ വിധവ എന്ത് ചെയ്യുന്നു? ഏലിയാവ് കാണുന്നു. നമ്മുടെ കയ്യിലേൽപ്പിച്ച ദൂതുകളുമായി കൃത്യമായി കണക്റ്റ് ആകേണ്ടവരെ ദൈവം മുന്നിൽ കൊണ്ടുവരും. കേട്ടില്ല? നമ്മുടെ അകത്ത് കിടക്കുന്ന ദൂതുമായി കൃത്യമായി കണക്റ്റ് ആകുന്നവരെ ദൈവം നമ്മൾ ചെല്ലുന്ന സ്ഥലങ്ങളിൽ നമ്മളുമായി കൂട്ടിമുട്ടിക്കും. സരാഫാത്തിൽ ഒരു വിധവയല്ല. ഹലോ, കേട്ടില്ല? സരാഫാത്തിൽ ഒരു വിധവയല്ല, ഒത്തിരി വിധവമാർ. അതുകൊണ്ടാണ് യേശു പറഞ്ഞത് ഏലിയാവിനെ അയച്ചത് എവിടേക്കാ? സാരാഫാത്തിലേക്ക് അയച്ചത്. കണ്ടോ, ഒത്തിരി വിധവമാരുണ്ട്. പക്ഷേ ഈ ദൂതിനെ തൊടാൻ സ്വർഗം കണ്ടൊരു വ്യക്തിയുണ്ട്. നിന്റെ അകത്ത് കിടക്കുന്ന ദൂതുകളുമായി സ്വർഗം കണക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളുമായി ആത്മാവ് നിന്നെ കൂട്ടിമുട്ടിക്കാൻ പോകുകയാ. വിധവയെ കാണുന്നു. വിധവയോട് വെള്ളം കൊണ്ടുവരാൻ പറയുന്നു. വെള്ളം എടുക്കാൻ ആ സഹോദരി അങ്ങോട്ട് തിരിയുമ്പോൾ, നീ വരുമ്പോൾ ഒരടയും കൂടെ എന്ത് ചെയ്യണം? കൊണ്ടുവരണം. അപ്പോൾ അവളുടെ യഥാർത്ഥ ജീവചരിത്രം എന്ത് ചെയ്യാണ്? തുറക്കുകയാണ്. എന്ത് ചെയ്യാണ്? തുറക്കുകയാണ്. ഞാൻ ആകെ വന്നത് 2 വിറക് ഇറക്കാനാ. എന്താണ്? 2 വിറക് ഇറക്കാനാ. ആ വിറക് കൊണ്ട് പോയി ഒരു അപ്പം ഉണ്ടാക്കിയിട്ട് എനിക്കും മകനും കൂടെ മരിക്കാൻ എന്ത് ചെയ്യുക? മരിക്കാൻ ആഗ്രഹം ഉണ്ടായിട്ടല്ല, അവസ്ഥ അതാണ്. പക്ഷെ അവളോട് പറഞ്ഞൊരു ദൂതുണ്ട്, ഞാൻ പറഞ്ഞതുപോലെ നീ ചെയ്യുക. അടുത്ത ദൂത്, യഹോവ ഭൂമിയിൽ മഴ പെയ്യിക്കുന്ന നാൾ വരെ. ശ്രദ്ധിച്ച്, യഹോവ ഭൂമിയിൽ മഴ പെയ്യിക്കുന്ന നാൾ വരെ. ഒന്നുകൂടെ ആഴത്തിൽ പറയാം. നീ സഞ്ചരിക്കുന്ന അല്ലെങ്കിൽ നിന്റെ ഭവനവുമായി കണക്ട് ചെയ്ത് നിൽക്കുന്ന നിലത്തിൽ നിന്ന് ഒരു നന്മ നിന്റെ കരത്തിൽ ഇനി എത്തുന്ന നാൾ വരെ ഈ ഞാൻ തുറക്കുന്ന ഈ ഡോറ് നിന്റെ വീട്ടിൽ അടയത്തില്ല. അതായത് ഉയരത്തിൽ നിന്നുള്ള മഴ ഈ ഭൂമിയെ തൊടുന്ന നാൾ വരെ ഭൂമിയിൽ അഭിഷക്തനായ ഞാൻ നിന്റെ ഭവനത്തിൽ തുറക്കുന്ന ഈ ഡോറ് അടഞ്ഞു പോകത്തില്ല. ഇവക്ക് ഈ ഒറ്റ വാക്ക് മതിയായിരുന്നു. എന്താണ്? ഈ ഒറ്റ വാക്ക് മതിയായിരുന്നു. ഈ വാക്കിനെ കയറി ഇവള് പിടിച്ചു. ഈ ദൂതിനെ കയറി ഇവള് പിടിച്ചു. ഭയങ്കര നിരാശയോടാ ഭവനത്തിൽ നിന്ന് ഇറങ്ങി വന്നേ. അങ്ങളെ, ഭയങ്കര നിരാശയോടാ എന്ത് ചെയ്തേ? ഭവനത്തിൽ നിന്ന് ഇറങ്ങി വന്നത്. പക്ഷെ തിരിച്ചു കയറുന്നത് ഭയങ്കര ആവേശത്തോടാണ്. ഇന്നു പകൽ നീ ഇതിനകത്ത് കയറിയത് നിരാശയോടാ. പക്ഷെ നീ മടങ്ങുന്നത് നിരാശയോടായിരിക്കത്തില്ല. നിന്റെ തലമുറയെ തൊടാൻ ഒരു ദൂതുമായിട്ട് നിന്റെ പൈതൽ മരിക്കത്തില്ല. നിന്റെ പൈതൽ മരണം കാണത്തില്ല. ഞാൻ പറയുന്നതിനെ ഭൗതിക മരണമായി എടുക്കരുത്. നിന്റെ പൈതലിന്റെ പല നിലവാരത്തിലുള്ള മരണത്തെ ലോക്ക് ചെയ്ത പൈശാചിക പദ്ധതികളെ പൊളിക്കുന്ന പകലായത്. അവൾ അങ്ങനെ ചെയ്തു. അവൾ അങ്ങനെ എന്ത് ചെയ്തു? ഏലിയാവ് പറഞ്ഞതുപോലെ ചെയ്തു കഴിഞ്ഞപ്പോൾ നമ്മൾ വായിച്ച വാക്യം നമ്മൾ കേട്ടായിരുന്നു. അവളും അവനും. ആരാണ്? അവളും അവനും. ആരേ അവൻ? ഏലിയാവ്. അവളും അവനും അവളുടെ ഭവനക്കാരും ഏറിയ നാളെന്ത് ചെയ്തു? ഈ സീസണിന്റെ പ്രത്യേകത ഇത് അൺലിമിറ്റഡ് ആംഗിളെ. ഇത് എടുത്താലും കുറയത്തില്ല, കൊടുത്താലും കുറയത്തില്ല. ഇന്നു പകൽ കരീത്തുകളെ ദൈവം പൊളിക്കുകയാണ്. നിന്റെ അടുത്ത സീസൺ ആത്മാവ് നിന്റെ മേൽ കഴിഞ്ഞ ദിവസം ഒരു അഭിഷേക്തം പറഞ്ഞൊരു ദൂതിനകത്ത് ഞാൻ കണക്ട് ചെയ്ത് പറയട്ടെ. ഒരു ദൂത് നിന്നെ തൊട്ടെന്ന് നിന്റെ വീട്ടിലെ കാലം അറിയും. അയ്യോ, കേട്ടില്ല?
ഒരു ദൂത് നിന്നെ തൊട്ടെന്ന് നിന്റെ വീട്ടിലെ ഭരണി അറിയും. ശ്രദ്ധിച്ചേ, കൊടുക്കുവാൻ മനസ്സുണ്ടായിട്ട്, അതുള്ള പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയാണ്. കൊടുക്കുവാൻ മനസ്സുണ്ടായിട്ടും നിന്റെ കയ്യിൽ ലിമിറ്റഡായി ദൈവത്തിന്റെ പ്രൊവിഷൻസ് വെളിപ്പെട്ട സീസണാണ് കെരീത്ത്. അത് നിനക്ക് വേണ്ടി മാത്രമുള്ളതാണ്. പക്ഷെ അതുകൊണ്ട് ദൈവം അവസാനിപ്പിക്കത്തില്ല. അതിനപ്പുറം ഒരു സരാഫത്ത് വെളിപ്പെടാൻ പോകുകയാണ്. നിനക്കും നിന്റെ കൂടെയുള്ളവർക്കും ഏറിയ നാൾ. എത്ര നാളിന് ശേഷം പിന്നെ മഴ പെയ്തെന്നറിയാമോ? 3.5 വർഷത്തിന് ശേഷമാണ് മഴ ഭൂമിയെ തൊട്ടത്. അതുവരെ ചുറ്റുമുള്ള എല്ലാ ഭവനങ്ങളിലും ക്ഷാമമാണ്. പക്ഷെ ഇവളുടെ വീട്ടിൽ ഭയങ്കര സമൃദ്ധി. ശ്രദ്ധിച്ചേ, പറയാൻ പോയ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇവളുടെ സ്വയപ്രയത്നം കൊണ്ട് മാവുണ്ടാക്കണമെങ്കിൽ അങ്കിളെ വിത്ത് വിതയ്ക്കണം, നില ഒരുക്കണം, അതിനനുസരിച്ച് വിത്ത് വിതയ്ക്കണം, വെള്ളം നനയ്ക്കണം, അതിന് വേണ്ട വളമിടണം, ഇതിന്റെ സീസൺ വരെ വെയിറ്റ് ചെയ്യണം. സീസൺ ആകുമ്പോൾ ഇത് കൊയ്തെടുക്കണം, ഇത് പൊടിച്ചെടുക്കണം, ഇതിനെ മാവാക്കി മാറ്റണം. എന്നാലേ അപ്പം ഉണ്ടാക്കാൻ പറ്റൂ. പക്ഷെ ഇത് നിന്റെ മേ തുറന്നാൽ, സ്വയപ്രയത്നമില്ലാതെ നിന്റെ അകത്ത് അസാധാരണമായ ദൈവത്തിന്റെ പ്രൊവിഷനുകൾ ആത്മാവ് തുറക്കുകയാണ്. കൊടുത്താലും തീരാത്ത, എടുത്താലും തീരാത്ത ഒരു അബണ്ടൻസ്. എഴുന്നേറ്റ് നമ്മൾ ഒരുമിച്ച് ആരാധിക്കാൻ വേണ്ടി പോവുകയാണ്. ഇന്ന് പകൽ കെരീത്തുകൾ താൽക്കാലികമാണ്. അടുത്തത് ചിലത് ദൈവം തുറക്കാൻ പോകുകയാണ്. നിന്നെ ഒരു അനുഗ്രഹമാക്കി മാറ്റാൻ വേണ്ടി പോകുകയാണ്. വിധവ ശപിക്കപ്പെട്ടവളെന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയ അവളുടെ ഭവനക്കാർ അഹോവൃത്തി കഴിച്ചത് അവളിലൂടെയാണ്. നീ ശാപമാണെന്ന് പറഞ്ഞ, നീ തകർച്ചയാണെന്ന് പറഞ്ഞ, നിന്നിലൂടെ ഒരു നന്മ പുറത്തു വരത്തില്ലെന്ന് പറഞ്ഞ നിന്റെ ഭവനക്കാർ നിന്നെ ആശ്രയിക്കുന്ന ഒരു സമയം ആത്മാവ് തുറക്കാൻ പോകുകയാണ്. ദൂതിനെ മുറുകെ പിടിച്ചോ, വാഗ്ദത്തത്തെ മുറുകെ പിടിച്ചോ, പ്രവചനത്തെ മുറുകെ പിടിച്ചോ. ഒരു വൃക്ഷമാക്കി ദൈവം നിന്നെ മാറ്റാൻ പോകുകയാണ്. ഒത്തിരി പക്ഷികൾ വന്ന് ചേക്കേറുന്ന, ഒത്തിരി പക്ഷികൾ വന്ന് പാർക്കുന്ന ഒരു വൃക്ഷമാക്കി. പത്രോസ് ഒത്തിരി മീൻപിടുത്തം കണ്ടവനാ കേട്ടോ. പത്രോസ് ഒത്തിരി മീൻപിടുത്തം കണ്ടവനാ, ഒത്തിരി എക്സ്പീരിയൻസ് ഉള്ളവനാ. പക്ഷേ കർത്താവ് അവനെ ഒന്ന് തൊട്ടപ്പോ, കർത്താവ് അവന്റെ പടകിനെ ഒന്ന് തൊട്ടപ്പോ, 1 ഇഞ്ച് ശേഷിപ്പിക്കാതെ നോക്കുന്നിടത്തെല്ലാം അവൻ മീനെ കണ്ടെങ്കിൽ ഇന്ന് പകൽ നീ കണ്ടതിലും അപ്പുറം, നീ കേട്ടതിലും അപ്പുറം നിന്റെ മേൽ തുറക്കാൻ. കരങ്ങളെ അടിച്ച് കർത്താവിന്